മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. ഐ ബിൻ ഗോയിങ് ത്രൂ ദ റിപ്പോർട്ട്സ് ഓൺ യു. സൈമൺ സക്കരയുടെ മകൾ എന്ന നിലയ്ക്ക് ഈ ജോലി മായയ്ക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ആഗ്രഹം മാത്രം പോരല്ലോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് സ്ട്രോങ് റീസൺസ് വേണം. വെറും ആവറേജ് പ്രോഗ്രാം പോരാ. ഞാൻ ചെയ്യാം സർ. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. മായക്ക് ഈ കൂട്ടരെ ഹാൻഡിൽ ചെയ്ത് വലിയ ശീലം ഉണ്ടാവില്ല. എനിക്കാവുമ്പോ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെ? അല്ല, ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഞാൻ ധാരാളം ചേരികൾ കവർ ചെയ്തിട്ടുണ്ട്. വൈറ്റിലയുടെ ആംഗിളല്ല ഞാൻ ഈ ഫീച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? ചേരിയുടെ കണ്ടീഷൻസ് ഇൻ ജനറൽ, അവരുടെ പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ. ഇതെന്താ അവാർഡ് പടം എടുക്കാൻ പോവാണോ? മായ സെൻസേഷൻ ഉണ്ടാക്കണം, പിന്നെ കോൺട്രവേഴ്സി, വിവാദങ്ങൾ. എന്നാലേ പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടത്തെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൈലൈറ്റ് ചെയ്യണോ ഞാൻ പറഞ്ഞത്. അത് ഹൈലൈറ്റ് ചെയ്യല്ല നമ്മുടെ ഉദ്ദേശം. ചേരിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അതും കൂടി വരുമെന്ന് മാത്രം. ഇപ്പോ ഞാൻ പറയുന്നത് ഒന്ന് എടുത്തേരോ പ്ലീസ്. ഇതെന്താ മായ ഇത്? നമ്മൾ തമ്മിൽ ഈ പ്ലീസിന്റെ വല്ല കാര്യമുണ്ടോ? മായയ്ക്ക് വേണ്ടി എന്തും ഞാൻ കവർ ചെയ്യും. സ്റ്റാർട്ട് ക്യാമറ. ഇനി കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ആവും. ആ ഭാഗത്തുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കൂടെ ജസ്റ്റ് വരാം. വൈറ്റിലേക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ്. ആ കുട്ടികളൊക്കെ അവിടെ നിന്നാ മതി. അടൽസൊള്ളി ഒന്ന് ചോദിച്ചോട്ടെ? എന്താ? ചേച്ചി ഈ അനാശാസ്യം തുടങ്ങിയിട്ട് എത്ര നാളായി? അനാവശ്യമോ? അനാവശ്യമല്ല, അനാശാസ്യം. എന്നുവെച്ചാ എന്താ ചേച്ചി? കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല. ലൊക്കേഷൻ ചേഞ്ച്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്റർവ്യൂ അവരുടെ സമ്മതത്തോടെ നടക്കുമെന്ന് തോന്നുന്നില്ല. വഴിയുണ്ട്. അതെ, ഇവിടെ ഉള്ള സ്ത്രീകളുടെ എല്ലാം സൈലന്റ് ഷോട്ട്സ് എടുക്കാം. അവരുടെ പിക്ചറിന്റെ പുറത്ത് എന്റെ ഒരു കമന്ററി ഓവർലാപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട്? അത് വേണ്ട വൈറ്റില. നല്ലൊരു ഫീച്ചറിന് വേണ്ടിയുള്ള മാറ്റർ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് പോരമായേ. നമ്മുടെ പ്രോഗ്രാം ലൈഫ് ഇൻ ചേരിയായ ഒറ്റ കുഞ്ഞിന് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ ടൈറ്റിൽ എന്തായിരിക്കണം എന്നറിയോ? സെക്സ് ഇൻ ചേരി. ഇതങ്ങോട്ട് പിടിച്ച. റെഡി ആയിക്കോ, റെഡി ആയിക്കോ. കമോൺ, റെഡി അല്ലേ? സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. നഗരത്തിലെ പല മാന്യന്മാർക്കും പരിചയമുള്ള മുഖങ്ങളാണിവ. പണക്കാരെയും ഇവരെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന കണ്ണികളാണ് ബ്രോക്കർമാർ അഥവാ ഏജന്റുമാർ. വളരെ ശരിയാ. ഞങ്ങളാ ഏജന്റുമാർ. ഞങ്ങളെ കൂടെ ഇന്റർവ്യൂ എടുക്ക്. വെരി ഗുഡ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും മിൽക്ക്. കവർ ചെയ്തോ, കവർ ചെയ്തോ. ആട്ടെ, ചേട്ടൻ എന്തിനാ ഈ തൊഴിലിനിറങ്ങിയത്? നിന്റെ തന്ത പറഞ്ഞിട്ട്. ചോദിക്കേ, അടുത്ത ചോദ്യം ചോദിക്കേ. ചോദിക്കടാ. എനിക്കൊന്നും ചോദിക്കാനില്ല. ചോദിക്കടാ. അയ്യോ, സത്യമായിട്ടൊന്നും ചോദിക്കാനില്ല. ഞാനിങ്ങനെ വെറുതെ ചോദിക്കടാ. അതല്ല, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നിന്നെ ഇവിടുന്ന് വിടൂ. ഇനി ഇവിടെ നിന്ന പ്രശ്നം നമുക്ക് പതുക്കെ രക്ഷപ്പെടാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തന ശൈലി? അതോ, ആദ്യം ഞങ്ങളോട് ഉടക്കാൻ വരുന്നവനോട് ഇങ്ങനെ പെടലി കയറി പിടിക്കും. എന്താ അർജന്റ് കാര്യം? ഹലോ മായ, പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റിയുള്ള പ്രോഗ്രാം ഞങ്ങൾ കണ്ടു. കൺഗ്രാറ്റുലേഷൻ. ഇറ്റ് വാസ് എ ബോൾഡ് അറ്റംപ്റ്റ്. താങ്ക് യു. എന്താ ഒരു മൂഡ് ഓഫ്? പറ മായേ, നീ എന്തിനാ ചേരിയിലേക്ക് പോയത്? എന്നോടൊരു വാക്ക് പോലും പറയാതെ. പെട്ടെന്ന് വന്നൊരു പ്രോഗ്രാം. അത് പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് വന്നതോ? ആ ചേരി പെട്ടെന്നുണ്ടായതാ? ഒന്ന് പതുക്കെ. നീ എന്തിനാ ചൂടാവുന്നേ? ഒരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോയതൊന്നും പറയാൻ പറ്റിയില്ല. അത്രയല്ലേ ഉള്ളൂ. അതുപോരെ? ഇത് ഇത്ര ആനക്കാരിയാണോ? നിന്നോട് പറഞ്ഞില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. 2 ദിവസം മുമ്പാ MD എന്നെ വിളിച്ച് പറഞ്ഞത് എന്റെ പ്രോഗ്രാം ഒന്നും ശരിയല്ലാന്ന്. അങ്ങനെ പറഞ്ഞപ്പോ എന്തിലേക്ക് എടുത്ത് ചാടാമെന്ന് നീ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അത് തീരുമാനിക്കാനുള്ള അവകാശമില്ല എനിക്ക്. ഗിരിജേച്ചി പറയുന്നത് ശരിയാണെന്ന് തോന്നും ചിലപ്പോ. നിങ്ങൾ ആണുങ്ങൾ പറയുന്നത് അനുസരിക്കണം ഞങ്ങള്, അല്ലേ? അങ്ങനല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ചൊരു തീരുമാനം എടുക്കായിരുന്നു. എന്ത് തീരുമാനം? ഞാൻ അഥവാ ചോദിച്ചാലും പോണ്ടെന്നല്ലേ സജി പറയൂ. അപ്പോ
എന്നോട് ഇനി ഒന്നും ചോദിക്കാൻ പോണില്ല എന്ന്. ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടി വരും. നിശ്ചയിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാൻ ഈ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ സജി ചെയ്യായിരുന്നില്ലേ MD യും GM ഇംപ്രസ് ചെയ്യാൻ? ഞാൻ ചെയ്തപ്പോ പരിഭവമായി, പരാതിയായി. ഇപ്പഴാ എനിക്ക് സംശയം വൈറ്റില് പറഞ്ഞ പോലെ ഇത് കുശുമ്പാണോന്ന്. മനഃപൂർവ്വം ഉടക്കുണ്ടാക്കിട്ടാ ഞാൻ പോന്നെ. നന്നായി. ഈ പിണക്കം ഇനി ഇത്തിരി കാലം കൊണ്ട് നടന്ന മായ ജയിക്കും. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ I still love him. പക്ഷേ ഇപ്പൊ എനിക്ക് വേണ്ടത് അവൻ എന്നെ ഇത്തിരി വെറുക്കാണ്. എന്നാലേ അവനോട് മത്സരിച്ച് ജോലി ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടാവും. വെറുക്കാണേ വെറുത്തോട്ടെ, അതിനെന്താ ഇപ്പോ? ജോലിയാ പ്രധാനെന്ന് മായന്നല്ലേ പറഞ്ഞത്? അതെ, ജോലി പ്രധാനാണ്. പക്ഷേ ഒരു പക്ഷേയില്ല. ഒരിത്തിരി അയഞ്ഞു നിന്നാല് അയാള് കാര്യം കണ്ടു പോവും. അയാൾക്കിപ്പൊ ജോലി കിട്ടണം എന്നുള്ളത് നിർബന്ധാണല്ലോ. ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസില് അയാളെ ഒന്ന് അവോയ്ഡ് ചെയ്യണ തന്നെയാ ബുദ്ധി. മായ അന്വേഷിച്ച ഒരാള് വന്നിരിക്കുന്നു. എന്നെ അന്വേഷിച്ചു? അതെ. കുട്ടിയുടെ TV മീഡിയയിലെ വല്ല ബുജ്ജികളാവും. ഇത്രയും കാലം എവിടെയായിരുന്നു? പപ്പയുടെ വിവരം പറയാൻ എവിടൊക്കെ അന്വേഷിച്ചു ഞങ്ങള്? അറിയില്ല മോളെ. ഒരു യാത്രയിലായിരുന്നു ഞാൻ. നടക്കാത്ത പ്രൊജക്ടുകളുമായി ഒരുപാട് സ്ഥലങ്ങളിൽ. 2 ദിവസം മുമ്പ് ഒരു പഴയ പത്രത്തിൽ നിന്ന് ആരും ഇല്ലാതായി ഞങ്ങൾക്ക്. പപ്പ പോയതോടെ ആരും ഇല്ലാതായി. ഇനി ഞാനുണ്ട്. ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. പപ്പയുടെ ഏറ്റവും വലിയ ദുഃഖം റോബിച്ചാനായിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. പാവം നമ്മുടെ പപ്പ. അറിയാം, എനിക്കറിയാം. ഒരു ഉപകാരവുമില്ലാതെ പോയൊരു മകൻ. പപ്പ മരിച്ചതിന്റെ പിന്നാലെയാ ആനി ചേച്ചി ചേട്ടൻ വീട്ടിൽ കൊണ്ടാക്കിയത്. അവിടുന്ന് അങ്ങോട്ട് കടക്കാരുടെ വരവായി. അവര് വല്ലാതെ ശല്യം ചെയ്തോണ്ടിരിക്കുക. ആരാ നമുക്കുള്ളത്? നീ സമാധാനമായിട്ടിരിക്കെ. ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും. വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മമ്മി ആനിയും പറഞ്ഞു. എല്ലാറ്റിനും വഴി ഉണ്ടാക്കാം. വീക്കെൻഡില് നീ അങ്ങോട്ട് വാ. കുടുംബനാഥം മരിച്ചാല് ഉള്ള സ്വത്ത് വീതം വെക്കുക എന്നുള്ളത് പണ്ടുള്ള നാട്ടുകിടപ്പാ. അതിന് വീതം വയ്ക്കാൻ എന്താ ഉള്ളത്? ഇയാളുടെ കടോ? ഗോപിയേട്ടന്റെ കടം വീട്ടാൻ ഈ വീട് വിൽക്കേ മാർഗുള്ളൂ. കടം വീട്ടി ബാക്കിയുള്ളത് 5 ആയിട്ട് വീതിക്കണം. 5ഓ? 4 പേരല്ലേ ഉള്ളൂ. മമ്മി, റോബിച്ചായൻ, ആനി ചേച്ചി, ഞാൻ. അതെ, ഇവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. അതിനും വെക്കണ ഒരു ഭാഗം. വലിയ വലിയ സ്ത്രീധനത്തുക വാഗ്ദാനം ചെയ്തിട്ടാ നിങ്ങളുടെ പപ്പ ഇവൾ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അതോ തന്നില്ല, പോട്ടെ. ഇപ്പോഴും അവകാശമില്ലെന്ന് പറഞ്ഞാല്? അവകാശം ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നമ്മുടെ കുടുംബകാര്യം. അതൊന്നും ഇപ്പൊ ഈ ഗോപിയേട്ടന്റെ മുമ്പിൽ പറയണ്ടല്ലോ. ആരുടെ മുമ്പിലും പറയാൻ ഞാൻ തയ്യാറാ. ഇതുവരെ പറയാതിരുന്നോണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. ഈ വീടിന് എന്ത് വില കിട്ടും ഗോപിയേട്ടാ? വീട് കുറച്ച് വലുതാണെങ്കിലും പഴയതാ. മറിച്ച് വിറ്റാ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നേ ഉള്ളൂ. ഇതും വിറ്റിട്ട് എവിടെ പോകും നമ്മള്? എന്റെ ജോലി സ്ഥലത്ത് ഒരു വീട് നോക്കാം, വാടകയ്ക്ക്. വാടകയ്ക്കോ? ഒരു വാടക വീട്ടിൽ കഴിയാന്ന് വെച്ചാ ഇനി നാണക്കേടാ. ഈ ഗോപിയേട്ടന്റെയും ബാക്കിയുള്ളവരുടെയും കടം വെച്ചോണ്ടിരിക്കാൻ നാണക്കേടൊന്നുമില്ല മമ്മിക്ക്. നിങ്ങളെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്കും. അധികം വൈകാതിരുന്നാ മതി. വൈകിക്കില്ല ഗോപിയേട്ടാ. ഈ കടത്തെ പറ്റി പേടിക്കാൻ വേണ്ട. എനിക്കെന്ത് പേടി? ഒറിജിനൽ ആധാരം എന്റെ കയ്യിലിരിക്കല്ലേ.